പ്രിയപ്പെട്ട കുട്ടികളെ, 10ാം തരം അടിസ്ഥാന പാഠാവലിയിലെ അവസാനത്തെ യൂണിറ്റിലെ അവസാനത്തെ പാഠമാണ് വിജ്ഞാന ഭാഷയും വൈജ്ഞാനിക സമൂഹവും. പൊതുവായി പറയുകയാണെങ്കിൽ ഗദ്യപാഠങ്ങൾ അല്ലെങ്കിൽ ലേഖനം വായിച്ച് മനസ്സിലാക്കാൻ താല്പര്യക്കുറവുള്ളവരാണ് കൂടുതൽ പേരും. എന്നാൽ ഒരു ലേഖനം വായിക്കുമ്പോൾ അതിലെ ഓരോ ഖണ്ഡികയിലും പ്രധാനപ്പെട്ട ചില ആശയങ്ങൾ ലേഖകൻ അവതരിപ്പിക്കാറുണ്ട്. അതുകൊണ്ട് ലേഖനങ്ങൾ വായിക്കുമ്പോൾ ഓരോ ഖണ്ഡികയിലെയും പ്രധാന ആശയങ്ങൾ സ്വാംശീകരിക്കുകയും അത് കുറിച്ച് വയ്ക്കുകയും വേണം. ഞാൻ ഉദാഹരണമായി നമ്മുടെ ഈ പാഠഭാഗത്തിലെ 2 പാരഗ്രാഫ് വായിക്കാം. അതിലെ ആശയസാംശീകരണം നടത്തുന്നത് എങ്ങനെയാണെന്നും നിങ്ങളെ ഒന്ന് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. ശാസ്ത്രബോധവും യുക്തിചിന്തയും മുറുകെ പിടിച്ച് ആധുനിക ജീവിതത്തിലേക്ക് മുന്നേറിയ നാടാണ് കേരളം. ഇവയോടൊപ്പം മതനിരപേക്ഷതയുടെയും സാമൂഹിക നീതിയുടെയും ജനാധിപത്യത്തിൻ്റെയും മൂല്യങ്ങളും കേരളീയ നവോത്ഥാനം ഉയർത്തിപ്പിടിച്ചിരുന്നു. എന്നാൽ ഇന്ന് യുക്തിരാഹിത്യവും അശാസ്ത്രീയതകളും സമൂഹ ജീവിതത്തിൽ ആഴത്തിൽ വേരുകൾ ഇറക്കിയിരിക്കുന്നു. മതനിരപേക്ഷതയും സാമൂഹിക നീതിയും ജനാധിപത്യവും വെല്ലുവിളികൾ നേരിടുകയാണ്. ഈ ഖണ്ഡിക വായിക്കുമ്പോൾ കേരളം, ഇവിടുത്തെ ജനത, അവരുടെ ചിന്ത, മനോഭാവം ആദ്യത്തെ വാചകങ്ങളിൽ വ്യക്തമാണ്. ഇവിടെ കുറിച്ച് വയ്ക്കേണ്ട പ്രധാനപ്പെട്ട ആശയം മതനിരപേക്ഷതയും സാമൂഹിക നീതിയും ജനാധിപത്യവും വെല്ലുവിളികൾ നേരിടുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ഇങ്ങനെ നമ്മൾ ആശയ സാംശീകരണം നടത്താമെങ്കിൽ ചോദ്യോത്തരങ്ങൾ എഴുതുമ്പോൾ ഈ ആശയം വച്ച് നമുക്ക് നന്നായി ഉത്തരം എഴുതാൻ കഴിയും. ഒന്നുകൂടി വ്യക്തത വരുത്തുന്നതിന് വേണ്ടി അടുത്ത ഖണ്ഡിക കൂടി ഞാൻ വായിച്ച് അതിൻ്റെ ആശയം സ്വാംശീകരിച്ച് പറഞ്ഞു തരാം. പുതിയ കാല വെല്ലുവിളികളെ അഭിമുഖീകരിക്കുന്നതിനും അതിജീവിക്കുന്നതിനും സമൂഹത്തെ സജ്ജമാക്കേണ്ടതുണ്ട്. ശാസ്ത്രവിജ്ഞാനവും ശാസ്ത്ര അവബോധവും വളർത്തുകയും ശാസ്ത്രം മനുഷ്യരാശിക്ക് നൽകിയിട്ടുള്ള സംഭാവനകൾ വിശദീകരിച്ചുകൊണ്ട് മനുഷ്യരെ ശുഭാപ്തി വിശ്വാസികളാക്കി മാറ്റുകയും ചെയ്യുക എന്നത് ഒരു പ്രധാന കർമ്മ പദ്ധതിയായി ഏറ്റെടുക്കേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായുള്ള വിജ്ഞാനോൽപാദനവും പ്രസാരണവും നവസമൂഹ സൃഷ്ടിക്ക് ആവശ്യമായ അടിസ്ഥാന പ്രവർത്തനങ്ങളിൽ പ്രധാനമായ ഒന്നാണ്. ഈ ഖണ്ഡികയിൽ തിരിച്ചറിയേണ്ട പ്രധാനപ്പെട്ട ആശയം പുതിയ കാലത്തെ വെല്ലുവിളികളെ നേരിടാൻ ശാസ്ത്രവിജ്ഞാനവും ശാസ്ത്രാവബോധവും വളർത്തേണ്ടതുണ്ട്. ഇതിൻ്റെ ഭാഗമായ വിജ്ഞാനോൽപാദനവും പ്രസരണവും നമുക്കിടയിൽ അനിവാര്യമാണ്. ഇങ്ങനെ ഓരോ ഖണ്ഡികയും പ്രധാന ആശയങ്ങൾ സ്വാംശീകരിച്ച് കുറിച്ചു വച്ചാൽ നിങ്ങൾക്ക് ലേഖനങ്ങൾ ലളിതമായി മനസ്സിലാക്കാൻ കഴിയും. ഇനി നമുക്ക് പാഠഭാഗത്തിലെ ചോദ്യോത്തരങ്ങൾ പരിചയപ്പെടാം. ഒന്നാമത്തെ ചോദ്യം, വിജ്ഞാന ഭാഷയെക്കുറിച്ചുള്ള ലേഖകൻ്റെ നിരീക്ഷണങ്ങൾ കണ്ടെത്തി എഴുതുക. പുതിയ കാലത്ത് വിജ്ഞാന ഭാഷ എത്രത്തോളം നമ്മെ സ്വാധീനിക്കുന്നുണ്ടെന്നുള്ളത് ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. നവീന വിജ്ഞാനധാരകളെ ഒരു ഭാഷയ്ക്ക് ഉൾക്കൊള്ളാൻ കഴിയുമ്പോഴാണ് അത് വിജ്ഞാന ഭാഷയായി മാറുന്നത്. എത്രമാത്രം വിജ്ഞാന മേഖലകളെ ഭാഷയിൽ കൈകാര്യം ചെയ്യാൻ കഴിയുന്നുവോ അത്രമാത്രം ആ ഭാഷ വളരുന്നു എന്നുള്ളതാണ് വസ്തുത. വിനിമയം ചെയ്യുന്ന വിഷയമേഖലയുടെ പ്രത്യേകതകൾക്കനുസരിച്ചും അവയുടെ സങ്കീർണതയ്ക്കനുസരിച്ചും വിജ്ഞാന ഭാഷയുടെ ശൈലിയിലും മാറ്റങ്ങൾ വന്നു ചേരും. വിജ്ഞാന പ്രസാരണത്തിന് ആവശ്യമായ നിരവധി മാറ്റങ്ങൾ കാലഘട്ടത്തിനനുസരിച്ച് രൂപപ്പെടുത്തുമ്പോൾ മാത്രമേ ഒരു ഭാഷയെ വിജ്ഞാന ഭാഷയാക്കി മാറ്റാൻ കഴിയൂ. രണ്ടാമത്തെ ചോദ്യം, ഇന്നത്തെ സമൂഹത്തെ വൈജ്ഞാനിക സമൂഹമെന്ന് വിളിക്കുന്നതിൻ്റെ യുക്തി എന്താണ്? ലേഖനത്തിലെ ആശയങ്ങൾ മുൻനിർത്തി ചർച്ച ചെയ്യുക. വൈജ്ഞാനിക സമൂഹം എന്ന സങ്കല്പത്തെ വസ്തുതാപരമായി അടയാളപ്പെടുത്താൻ ലേഖകന് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഉൽപാദന വ്യവസ്ഥയിൽ മുമ്പെങ്ങുമില്ലാത്ത വിധം അറിവിന് കൈവന്ന മേൽക്കൈ മുൻനിർത്തിയാണ് ഇത്തരം ഒരു പ്രയോഗം നടത്തിയിട്ടുള്ളത്. നിർമ്മിത ബുദ്ധി, റോബോട്ടിക്സ്, ജിനോമിക്സ്, നാനോ ടെക്നോളജി തുടങ്ങിയ മേഖലകളിൽ ഉണ്ടായ പുത്തൻ നേട്ടങ്ങൾ നമ്മുടെ ജീവിതത്തെയാകെ മാറ്റിമറിച്ചു. ഇത്തരം ഒരു അന്തരീക്ഷത്തിലാണ് വൈജ്ഞാനിക സമൂഹം എന്ന വിശേഷണം വ്യാപകമായത്. ചുരുക്കത്തിൽ പുതുതായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അറിവുകളും നാട്ടിൽ നിലനിൽക്കുന്ന തനത് അറിവുകളും സമന്വയിപ്പിക്കാനും അവയെ നിരന്തരമായി പ്രയോജനപ്പെടുത്തി നാടിൻ്റെ സാമൂഹികവും രാഷ്ട്രീയവും സാമ്പത്തികവുമായ പുരോഗതി ഉറപ്പുവരുത്താനും കഴിയുന്ന ഒന്നിനെയാണ് വൈജ്ഞാനിക സമൂഹമെന്ന് വിളിക്കാൻ കഴിയുക. മൂന്നാമത്തെ ചോദ്യം, സാമ്പത്തിക ശേഷിയുള്ള രാജ്യങ്ങൾ തന്നെയാണ് വിജ്ഞാന സമ്പത്തും കൈയടക്കി വച്ചിരിക്കുന്നത്. ഈ വിജ്ഞാനശേഷി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അവർ കൂടുതൽ സാമ്പത്തിക ശേഷി കൈവരിക്കുകയും ചെയ്യുന്നു. ഈ നിരീക്ഷണം സമകാലിക ലോക സാഹചര്യങ്ങളുമായി ബന്ധപ്പെടുത്തി വിലയിരുത്തുക. വിജ്ഞാന മേഖലയിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ലോകത്തെല്ലായിടത്തും ഈ മാറ്റം ദൃശ്യമാണ്. എന്നാൽ തിരിച്ചറിയേണ്ട വസ്തുത ഡിജിറ്റൽ അസമത്വം പെരുകുന്നു എന്നുള്ളതാണ്. ഇതിന് പ്രധാന കാരണം സമ്പത്ത് തന്നെയാണ്. വിവരസാങ്കേതിക വിദ്യയിൽ
അതുവഴി വിജ്ഞാനം കൈമാറുന്നതിന് വലിയ സമ്പത്ത് ചെലവഴിക്കേണ്ടി വരുന്നു. സാമ്പത്തിക ശേഷിയുള്ള രാജ്യങ്ങൾക്ക് മാത്രമേ ഇതിന് കഴിയുന്നുള്ളൂ. അങ്ങനെ വിജ്ഞാനശേഷി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അവർ കൂടുതൽ സാമ്പത്തിക ശേഷി കൈവരിക്കുന്നു. സാമ്പത്തിക ശേഷി കുറഞ്ഞ രാജ്യങ്ങൾ ഇവിടെ പിന്തള്ളപ്പെടുന്നു. സാമ്പത്തിക ഭദ്രതയുള്ള രാജ്യങ്ങൾ ലോകത്തെ വൈജ്ഞാനിക മേഖല കൈയടക്കി വച്ചിരിക്കുന്നതും നിയന്ത്രിക്കുന്നതും നമ്മൾ വളരെ ഗൗരവമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. നാലാമത്തെ ചോദ്യം, കേരളം ഒരു വൈജ്ഞാനിക സമൂഹമായി മാറുകയാണ്. അതിൻ്റെ പരിപൂർണതയിലേക്ക് എത്താൻ ഇനിയും എന്തെല്ലാം വിഭവങ്ങളാണ് നാം ഒരുക്കേണ്ടത്? വിവരശേഖരണം നടത്തി വൈജ്ഞാനിക മുന്നേറ്റത്തിനുള്ള വിവിധ സാധ്യതകൾ എന്ന വിഷയത്തിൽ പാനൽ ചർച്ച സംഘടിപ്പിക്കുക. പാനൽ ചർച്ച എന്താണെന്ന് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് അതുമായി ബന്ധപ്പെട്ട് ഒന്നിലധികം വിദഗ്ധന്മാർ അവരുടെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളും ആശയങ്ങളും അവിടെ അവതരിപ്പിക്കുന്നു. അത്തരത്തിൽ നടത്തുന്ന ഒരു ചർച്ചയാണ് പാനൽ ചർച്ച. കേരളം ഒരു വൈജ്ഞാനിക സമൂഹമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിൽ സംശയമില്ല. ഏതൊരു നാടിനും വൈജ്ഞാനികമായി വളരണമെങ്കിൽ അവിടുത്തെ ഭാഷയിലും വളർച്ചയുണ്ടാകണം. ഭാഷകളുടെ പ്രശ്നത്തെ കൂടി അഭിസംബോധന ചെയ്തേ വൈജ്ഞാനിക സമൂഹ നിർമ്മിതി സാധ്യമാകൂ എന്ന് യുനെസ്കോ അഭിപ്രായപ്പെടുന്നത് അതുകൊണ്ടാണ്. ആധുനിക വിജ്ഞാന പ്രസാരണത്തിന് അനിവാര്യമായ പുത്തൻ പദാവലികളുടെ ആവിഷ്കാരം, അതിനനുസൃതമായ ഭാഷാപ്രയോഗങ്ങളുടെ പരീക്ഷണം, ശാസ്ത്ര സാങ്കേതിക ശബ്ദാവലികളുടെ നിർമ്മാണം, ഉയർന്ന നിലവാരത്തിലുള്ള ശാസ്ത്ര സാങ്കേതിക പുസ്തകങ്ങളുടെ വിവർത്തനം, വ്യത്യസ്ത ശാസ്ത്ര സാങ്കേതിക മാനവീയ വിഷയങ്ങളെ അധികരിച്ച് മൂലഗ്രന്ഥങ്ങൾ തയ്യാറാക്കൽ എന്നിങ്ങനെ നിരവധി പ്രവർത്തനങ്ങളിലൂടെ ഒരു ഭാഷയെ വിജ്ഞാന ഭാഷയാക്കി മാറ്റാൻ കഴിയും. നമ്മുടെ ഭാഷയിലും പുതിയ വിജ്ഞാനങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോൾ മറ്റു ഭാഷകൾ നമ്മെ തേടി വരും. മലയാളത്തിൽ ഉൽപ്പാദിപ്പിച്ച വിജ്ഞാനങ്ങളെ മുൻനിർത്തി മറ്റു ഭാഷകൾ വിവർത്തനത്തിന് തുനിയുമ്പോഴാണ് നമ്മുടെ ഭാഷ ഉന്നതമായ നിലവാരത്തിലേക്ക് എത്തുന്നത്. അഞ്ചാമത്തെ ചോദ്യം, പാണ്ഡിത്യ ഭിക്ഷയ്ക്ക് വന്നവർ ഭാണ്ഡം നിറച്ച് തിരിച്ചുകൂടും. വള്ളത്തോളിനെ നമ്മൾ പഠിച്ച പാഠഭാഗവുമായി ബന്ധപ്പെട്ട വരികളാണ്. പുതിയ വിജ്ഞാനങ്ങൾ മലയാളത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോൾ മറ്റു ഭാഷകൾ നമ്മെ തേടി വരും. മലയാളത്തിൽ ഉൽപ്പാദിപ്പിച്ച വിജ്ഞാനങ്ങളെ മുൻനിർത്തി മറ്റു ഭാഷകൾ വിവർത്തനത്തിന് തുനിയുമ്പോഴാണ് നമ്മുടെ ഭാഷ ഉന്നതമായ നിലവാരത്തിലേക്ക് എത്തുന്നത്. ഇത് CM മുരളീധരൻ്റെ വാക്കുകളാണ്. കവിയുടെ പ്രതീക്ഷയും ലേഖകൻ്റെ അഭിപ്രായങ്ങളും വിശകലനം ചെയ്ത് നിങ്ങളുടെ നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കുക. കവിതയിലും ലേഖനത്തിലും വ്യക്തമാക്കുന്നത് നമ്മുടെ മലയാള ഭാഷയുടെ വളർച്ചയും അതിൻ്റെ സാധ്യതകളുമാണ്. നമ്മുടെ ഭാഷയുടെ മഹത്വം വള്ളത്തോളിൻ്റെ വരികളിൽ വ്യക്തമാണ്. അറിവ് ആഗ്രഹിച്ചെത്തുന്നവർക്ക് നമ്മുടെ ഭാഷ നിറയെ അറിവുകൾ പകർന്നു നൽകുന്നു. ഭാഷ എപ്പോഴും മിനുക്കപ്പെട്ടുകൊണ്ടേയിരിക്കണം. എങ്കിൽ മാത്രമേ അത് കാലഘട്ടത്തോട് സംവദിക്കുകയുള്ളൂ. ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന വിജ്ഞാനങ്ങളെ മുൻനിർത്തി മറ്റു ഭാഷകൾ വിവർത്തനത്തിന് തയ്യാറാകുമ്പോൾ നമ്മുടെ ഭാഷ ഉന്നത നിലവാരത്തിലെത്തുമെന്നതിൽ സംശയമില്ല. കാലത്തിനനുസൃതമായി ഭാഷ മാറുകയും നവീകരിക്കപ്പെടുകയും ചെയ്യുക എന്നതിലൂടെ ഭാഷയ്ക്ക് ലോക നിലവാരത്തിലേക്ക് എത്താൻ കഴിയും. ആറാമത്തെ ചോദ്യം, വിജ്ഞാന ഭാഷയായി മാറുന്നത് വൈജ്ഞാനിക സമൂഹത്തിൽ സംഭവിക്കുന്നത് ആധുനിക വിവര സമൂഹം ശക്തമായ സാമൂഹിക വീക്ഷണം. അടിവരയിട്ട പദജോഡികൾ ശ്രദ്ധിച്ചല്ലോ. ഒരു പദത്തിൽ നിന്നാണ് മറ്റൊരു പദം ഉണ്ടായിരിക്കുന്നത്. ഇതുപോലെ ഒരു പദത്തിൽ നിന്ന് മറ്റൊരു പദം ഉണ്ടാകുന്ന പദജോഡികൾ കണ്ടെത്തി പട്ടികപ്പെടുത്തുക. ഇവിടെ വിജ്ഞാനം എന്നുള്ള ആദ്യത്തെ വിജ്ഞാന ഭാഷയായത് വിജ്ഞാനം എന്നുള്ളതിൻ്റെ അടിയിലാണ് വരയിട്ടിരിക്കുന്നത്. വൈജ്ഞാനികം, അതുപോലെ വിവര സമൂഹം, സാമൂഹിക വീക്ഷണം. നമുക്ക് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഒന്ന് പരിശോധിക്കാം. നാമത്തിൽ നിന്നോ വിശേഷണങ്ങളിൽ നിന്നോ ഉണ്ടാകുന്ന നാമപദം, ഇതിന് തദ്ധിതമെന്ന് പറയും. നാമം, ഭേദകം, ഭേദകമെന്നാൽ അതായത് വിശേഷണമാണ്, എന്നിവയിൽ നിന്നൊക്കെയാണ് നാമശബ്ദങ്ങൾ ഉണ്ടാക്കിയെടുക്കാനാവുന്നത്. ഇവിടെ മുനി, മൗനം, വിഡ്ഢി, വിഡ്ഢിത്തം, സമൂഹം, സാമൂഹികം, മനുഷ്യൻ, മാനുഷികം, രാഷ്ട്രം, രാഷ്ട്രീയം.